തുടർച്ചയായി 17ാം വർഷവും ടെലിഫിലിം നിർമ്മിച്ച് പ്രദർശിപ്പിച്ച് ശ്രദ്ധ നേടുകയാണ് മൂവാറ്റുപുഴ ഇളങ്ങവം ഗവൺമെന്റ് LP സ്കൂൾ. അതിഥി തൊഴിലാളികളുടെ ജീവിതം മുഖ്യപ്രമേയമാക്കിയുള്ള ഈ തണലിൽ എന്ന് പേരിട്ട ഹ്രസ്വചിത്രമാണ് വിദ്യാലയത്തിന്റെ ഏറ്റവും പുതിയ ദൃശ്യാവിഷ്കാരം. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഈ തണലിന്റെ ആദ്യ പ്രദർശനം നടന്നു. പഠനത്തോടൊപ്പം കലയിലും സർഗാത്മകതയിലും അഭിരുചി വളർത്തുകയാണ് മൂവാറ്റുപുഴ ഇളങ്ങവം ഗവൺമെന്റ് LP സ്കൂൾ. ഇതിന്റെ ഭാഗമായി 1.5 പതിറ്റാണ്ട് മുമ്പ് ആരംഭിച്ച ഹ്രസ്വചിത്ര നിർമ്മാണം തുടർച്ചയായി 17ാം വർഷവും തുടരുകയാണ്. ഈ തണലിലാണ് ഏറ്റവും പുതിയ ഹ്രസ്വചിത്രം. സോമൻ സാറേ, ഇന്ന് ആഹിലിന്റെ പിറന്നാളാണ് കേട്ടോ. അവന്റെ അച്ഛൻ ഇന്ന് മിഠായി കൊണ്ട് തന്നിട്ടുണ്ട്. നമുക്കത് ക്ലാസ്സിൽ വിതരണം ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. സ്കൂളിലെ സംസ്കൃത അധ്യാപകൻ KS സന്തോഷ് കുമാറാണ് ചിത്രത്തിൻ്റെ രചനയും ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ചിത്രത്തിൽ വേഷമിടുന്നു. മാല ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലാന്നേ. മാലയൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണ്ട വെക്കാൻ. പണി നടന്നുകൊണ്ടിരിക്കണത് നിനക്കറിയാൻ പാടില്ലേ? ഭായിമാരല്ലേ ഇവിടെ പണിയണത്. ശ്രദ്ധിക്കണ്ടേ? മാലയൊക്കെ വെക്കുമ്പോ അത് കുറച്ചൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടത്. ഇത് ഞാൻ ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് പോയി മാറിയുള്ളൂ. എവിടെ ചെന്ന് നോക്കാനാണോ? പണിക്കാരെ പോയോ? 30 മിനിറ്റ് ദൈർഘ്യമുള്ള ടെലിഫിലിം അതിഥി തൊഴിലാളികളുടെ ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളിലൂടെ കടന്നുപോകുന്നുവെന്ന് പ്രധാനാധ്യാപിക ഷർമി ജോർജ് പറഞ്ഞു. കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിതവും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസവും ആ കുട്ടികളോട് സമൂഹം പുലർത്തുന്ന നിലപാടുകളുമാണ് ഈ വർഷം ടെലിഫിലിമിൽ ഞങ്ങൾ പ്രമേയമായിട്ട് എടുത്തിരിക്കുന്നത്. കേരളത്തിലാദ്യമായി സംസ്കൃതത്തിലും മൂലഭദ്രി ഭാഷയിലും ഹ്രസ്വചിത്രങ്ങൾ നിർമ്മിച്ച ചരിത്രവും ഇളങ്ങവം ഗവൺമെന്റ് LP സ്കൂളിനുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.